അതേസമയം അമേരിക്കയിൽ സ്റ്റുഡന്റ് വിസയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 4 കൊല്ലത്തിനപ്പുറം സ്റ്റുഡന്റ് വിസയിൽ അമേരിക്കയിൽ തുടരാൻ കഴിയില്ല. സ്റ്റുഡന്റ് വിസയിലെത്തി അമേരിക്കയിൽ തുടരാൻ സ്ഥിരമായി വിദ്യാർത്ഥികൾ ആകുന്ന ഒരു പ്രവണത തടയുകയാണ് ലക്ഷ്യമെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വ്യക്തമാക്കുന്നത്. പി ബസന്ത് അതിന്റെ വിവരങ്ങൾ നൽകും. ബസന്ത്, ഇന്ത്യയിൽ നിന്നടക്കം ഒരുപാട് പേർ സ്റ്റുഡന്റ് വിസയിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അല്ലേ? 1978 ഈ സ്റ്റുഡന്റ് വിസ പ്രോഗ്രാം അല്ലെങ്കിൽ എഫ് വിസ എന്ന് പറയുന്ന പദ്ധതി അമേരിക്ക തുടങ്ങിയത്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് വരാൻ പഠിക്കാനും ഉള്ള സൗകര്യം. പക്ഷേ അന്ന് ആ വിസ സമ്പ്രദായം തുടങ്ങുമ്പോൾ ആ സ്റ്റാറ്റസ് നിലനിൽക്കുന്നത് വരെ അവിടെ തുടരാം എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ തുടരാം എന്നുള്ളതാണ്. അത് ദുരുപയോഗം ചെയ്ത് പലരും സ്ഥിരമായി വിദ്യാർത്ഥിയാകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് സ്റ്റുഡൻ്റായി തുടരുന്ന ഒരു സാഹചര്യം അമേരിക്കയിൽ കണ്ടുവരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 4 കൊല്ലമായി അത് ചുരുക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതായത് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ 4 കൊല്ലത്തിൽ പരമാവധി 4 കൊല്ലം കൊണ്ട് ആ കോഴ്സ് പൂർത്തിയാക്കി മടങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ ഫോറിൻ മീഡിയ അല്ലെങ്കിൽ വിദേശ മാധ്യമ പ്രവർത്തകർക്കും 240 ദിവസത്തെ സമയപരിധി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വീണ്ടും തുടരണമെങ്കിൽ അവരുടെ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മറ്റ് വിസയിലേക്ക് മാറിക്കൊണ്ട് അക്കാര്യം ചെയ്യാവുന്നതാണ്.